ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ്. പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് സെമി സർക്കിൾ ഈസ് സം ഓഫ് ഏരിയ ഓഫ് ദി സ്മോളർ വൺസ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും ഡയമീറ്ററായിട്ട് സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശം ഏതായിരിക്കും? 90 ഡിഗ്രിക്കെതിരെയുള്ളത്, ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പം ലാർജസ്റ്റ് സെമി സർക്കിളും ഇതായിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ലാർജസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ ഈ രണ്ട് സെമി സർക്കിളിൻ്റെയും ഏരിയകളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. അത് തെളിയിക്കുന്നതിന് മുമ്പ് ഒരു റൈറ്റ് ട്രയാങ്കിളിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? 90 ഡിഗ്രിക്കെതിരെയുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഈ രണ്ട് സൈഡ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലെങ്കിൽ ലംബവശങ്ങൾ എന്ന് പറയും. പിന്നെ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഏതാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം 90 ഡിഗ്രിക്കെതിരെയുള്ളത്? എന്തായിരുന്നു പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ ഇത് എങ്ങനെയും എഴുതാം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു, അവ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്ത് വേണ്ട? റൂട്ട് വേണ്ട. അപ്പം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ രണ്ട് രീതിയിൽ നമുക്കിത് എഴുതാനറിയാം അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് എഴുതാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നും എഴുതാം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഈ സൈഡ് എയും ഈ സൈഡിൻ്റെ ലെങ്ത് എയും ഇത് ബിയും ഇത് സിയുമാണ്. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം പ്രകാരം എങ്ങനെ വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സി സ്ക്വയർ ഈക്വൽ ടു ബേസ് ഏതാണ്? എ അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും ഡയമീറ്റർ ആകുന്ന സെമി സർക്കിൾ വരച്ചു. ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ആറായ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. അതായത് റേഡിയസിൻ്റെ സ്ക്വയറിനെ പൈ കൊണ്ട് ഗുണിക്കുക, ആരത്തിൻ്റെ വർഗത്തിനെ പൈ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. സർക്കിളിൻ്റെ പകുതിയല്ലേ സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ത് വരും? ഏരിയ ഓഫ് സെമി സർക്കിൾ, സർക്കിളിൻ്റെ പകുതിയാണ് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. അപ്പോൾ ഈ ഏരിയ സർക്കിളിൻ്റെ ഒരു മുഴുവൻ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പോൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയായിരിക്കും. റേഡിയസ് ആറായ സെമി സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. റേഡിയസ് ആറായ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ പകുതി, അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ അതിൻ്റെ ഏരിയയും പൈ ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. എങ്കിൽ ഈ സെമി സർക്കിൾ ഡയമീറ്റർ ബി ആയ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ബി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡയമീറ്റർ ബി ആകുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഡയമീറ്റർ ബി. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? ബിയുടെ പകുതി ആയിരിക്കുമല്ലോ. അപ്പോൾ ബി ബൈ 2 ആണ് റേഡിയസ്. അപ്പോൾ ബി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പൈ ആർ സ്ക്വയർ ബൈ 2 അല്ലേ? ആറിൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? ബി ബൈ 2. ശ്രദ്ധിച്ചോണേ, ബി ബൈ 2, ആറിൻ്റെ സ്ഥാനത്ത് ബി ബൈ 2 ആണ്. അപ്പം പൈ ആർ സ്ക്വയർ ബൈ 2 അല്ലേ?
ആറിൻ്റെ സ്ഥാനത്ത് b/2 ഹോൾ സ്ക്വയർ. ഇനി ഇത് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചോണം. ഇത് പൈ ഇൻറ്റു b/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർ ബൈ ബിയുടെ സ്ക്വയർ, ബി ഇൻറ്റു ബി സ്ക്വയർ, 2 സ്ക്വയർ, 2 ഇൻറ്റു 2 4 ബൈ 2. ശ്രദ്ധിച്ചോണം. ഈക്വൽ ടു ഇതെന്താണ്? പൈ ബി സ്ക്വയർ ബൈ 4നെ 2 കൊണ്ട് ഹരിക്കുക എന്നല്ലേ അർത്ഥം? ഇത് ഫ്രാക്ഷനാണ്, പൈ ബി സ്ക്വയർ ബൈ 4. അതുകൊണ്ട് ഇതിനെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് 2നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാം? 2/1. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 2 ഫ്രാക്ഷൻ ഹരിക്കുമ്പോൾ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? പൈ ബി സ്ക്വയർ ബൈ 4 ഇൻറ്റു 2/1ൻ്റെ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ആകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ആകും. അപ്പോൾ എന്ത് വരും? പൈ ഇനി ഗുണിച്ചാൽ മതി. ന്യൂമറേറ്റർ 2 ഫ്രാക്ഷൻ ഗുണിക്കുക എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. അപ്പം പൈ ബി സ്ക്വയറിനെ 1 കൊണ്ട് ഗുണിച്ചാൽ പൈ ബി സ്ക്വയർ തന്നെ. ഏത് സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയാണല്ലോ. 4 × 2 8. അപ്പോൾ ഡയമീറ്റർ ബി ആയ സെമി സർക്കിളിൻ്റെ ഏരിയ പൈ ബി സ്ക്വയർ ബൈ 8 ആണ്. ഇനി അടുത്തത് ഡയമീറ്റർ എ ആയ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ആസ് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? എ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ പകുതിയല്ലേ? പകുതി കാണാൻ 2 കൊണ്ട് ഹരിച്ചാൽ മതി, a/2. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പൈ ആർ സ്ക്വയർ ബൈ 2 ആണ്. പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ഥാനത്ത് a/2 ഹോൾ സ്ക്വയർ ബൈ 2. നമ്മൾ മറ്റേത് ചെയ്തതുപോലെ തന്നെ പൈ ഇൻറ്റു എന്നാണ് ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു എന്നാണ് അർത്ഥം. എയുടെ സ്ക്വയർ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ബൈ 2 സ്ക്വയർ, 2 ഇൻറ്റു 2 4 ബൈ 2. ഇതെന്ത് വരും? പൈ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ എ സ്ക്വയർ ബൈ 4 ആണ്. ഇതിനെ ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 2 കൊണ്ട്. ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇതിനെയും ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. ഈക്വൽ ടു പൈ എ സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 ഫ്രാക്ഷൻ അല്ലേ, നേരത്തെ ചെയ്ത പോലെ തന്നെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായിട്ടും എഴുതണം. അപ്പോൾ 2 താഴെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ എ സ്ക്വയർ ഇൻറ്റു 1 പൈ എ സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 8. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ആസ് ഇറ്റ്സ് ഡയമീറ്റർ പൈ എ സ്ക്വയർ ബൈ 8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാർജസ്റ്റ് സെമി സർക്കിൾ സി ഡയമീറ്ററായ ലാർജസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഡയമീറ്റർ എന്താണ്? സി അല്ലേ? അപ്പോൾ റേഡിയസ് എന്ത് വരും? c/2. ആരം c/2. ഈ സിയുടെ പകുതിയാണല്ലോ. അപ്പോൾ ഏരിയ സമം നേരത്തെ 2 പ്രാവശ്യം വിശദീകരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുകയാണ്. പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് c/2 ഹോൾ സ്ക്വയർ ബൈ 2. ഇതെന്ത് വരും? പൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു സി സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4. അപ്പം പൈ സി സ്ക്വയർ ബൈ 4 ബൈ 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ സി സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 2/1 ഗുണിക്കുമ്പോൾ പൈ സി സ്ക്വയർ ബൈ 4 ഇൻറ്റു വിൽക്രമം കൊണ്ട് ഗുണിക്കുക 1/2. അപ്പോൾ പൈ സി സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പൈ സി സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 8. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടി. പിന്നെ സ്മോൾ സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് 2 സെമി സർക്കിൾ വരച്ചില്ലേ, അതിൻ്റെ ഏരിയ ഏതൊക്കെയായിരുന്നു? പൈ ബി സ്ക്വയർ ബൈ 8 പൈ എ സ്ക്വയർ ബൈ 8 നമുക്ക് തെളിയിക്കേണ്ടത് പൈ എ സ്ക്വയർ ബൈ 8 പ്ലസ്
പൈ ബി സ്ക്വയർ ബൈ 8. ഇതാണ് ആ പിന്നെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വരച്ച സെമി സർക്കിളിൻ്റെ ഏരിയയുടെ സമ്മ്. ഈ സമ്മ് ഇത് എന്തിന് ഈക്വലാണെന്ന് തെളിയിക്കണം? പൈ സി സ്ക്വയർ ബൈ 8 ഈക്വലാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും പൈ ബൈ 8 ഉണ്ടല്ലോ, അത് നമുക്ക് ബ്രാക്കറ്റിന് വെളിയിലെടുക്കാമല്ലോ. പൈ ബൈ 8 ഇൻറ്റു ഇവിടെ പൈ ബൈ 8 നമ്മൾ പുറത്തെടുത്തു. ബാക്കിയുള്ള എന്താണ്? എ സ്ക്വയർ. പിന്നെന്താണ്? പ്ലസ് ഈ പൈ ബൈ 8 നമ്മൾ പുറത്തെടുത്തല്ലോ. പിന്നെ ബാക്കി എന്താണുള്ളത്? ബി സ്ക്വയർ ഈക്വൽ ടു പൈ ബൈ 8 ഇൻറ്റു നമ്മൾ ആദ്യം പറഞ്ഞ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണെന്ന്. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം പ്രകാരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അവിടെ. അപ്പോൾ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം നമുക്ക് സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? സം ഓഫ് ഏരിയാസ് ഓഫ് സ്മോളർ വൺ ഈക്വൽ ടു സം ഏരിയ ഓഫ് ലാർജസ്റ്റ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ലാർജസ്റ്റ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ലാർജസ്റ്റ് സെമി സർക്കിൾ. പൈ ബൈ 8 ഇൻറ്റു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ സി സ്ക്വയർ ബൈ 8 ആണ്. പൈ ഇൻറ്റു സി സ്ക്വയർ ആണ്, പൈ സി സ്ക്വയർ ആണ്.